ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 ആരംഭിക്കുന്നു. ദശകം 2 ഒന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ഭജേ. ഈ ശ്ലോകത്തിൽ പരബ്രഹ്മസ്വരൂപിയായ ഭഗവാന്റെ സഗുണരൂപമായ മഹാവിഷ്ണു രൂപത്തെ വർണ്ണിക്കുകയാണ് മേൽപ്പത്തൂർ. ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫലാന്തരം. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യനു പോലും സ്പർദ്ധ തോന്നുന്ന തിളക്കമുള്ള കിരീടം, സൂര്യനു പോലും അസൂയ തോന്നുന്ന തരത്തിൽ തിളക്കമുള്ള കിരീടവും. ഊർധ്വതിലക പ്രോദ്ഭാസി ഫലാന്തരം. ഊർധ്വതിലകം, ഊർധ്വം എന്ന് പറഞ്ഞാൽ മേൽപോട്ട്, തിലകം എന്നാൽ പൊട്ട്, മേൽപോട്ട് നീട്ടി വരച്ച ഗോപീചന്ദനക്കുറി, അതാണ് ഊർധ്വതിലകം. പ്രോദ്ഭാസി ഭാലാന്തരം, പ്രോദ്ഭാസി പ്രകാശിക്കുന്ന, ഭാലാന്തരം ഭാലം നെറ്റി, ഭാലാന്തരം നെറ്റിത്തടം. അപ്പോൾ ഊർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം എന്നാൽ മേൽപോട്ട് നീട്ടി വരച്ച ഗോപീചന്ദനക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന നെറ്റിത്തടവും. കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. കാരുണ്യാകുല നേത്രം, കാരുണ്യം കൊണ്ട് ആകുലമായ കണ്ണുകൾ, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളും. ആർദ്രഹസിതോല്ലാസം, ആർദ്രഹസിതോല്ലാസം എന്നാൽ ഭക്തന്മാരുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന ഹസിതം. ഹസിതം എന്നാൽ ചിരി. അപ്പോൾ ഭക്തന്മാരുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന ആ മന്ദഹാസം കൊണ്ടുണ്ടാകുന്ന ആ ഉല്ലാസം, ആ സന്തോഷം. സുനാസാപുടം, മനോഹരമായ നാസാപുടം, നാസിക, മൂക്ക്. അപ്പോൾ ഈ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം ഒരുമിച്ച് പറയുമ്പോൾ, സൂര്യനു പോലും അസൂയ തോന്നുന്ന തരത്തിൽ തിളക്കമുള്ള കിരീടത്തോടും മേൽപോട്ട് നീട്ടി വരച്ച ഗോപീചന്ദനക്കുറി പ്രകാശിക്കുന്ന നെറ്റിത്തടവും, കാരുണ്യം കൊണ്ട് ആകുലമായ ചെന്താമരക്കണ്ണുകളും, ഭക്തന്മാരുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന സുന്ദരമായ മന്ദഹാസവും മനോഹരമായ നാസാപുടവുമാണ് മഹാവിഷ്ണു ഭഗവാന്റേത്. ഇനി രണ്ടാമത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വല കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ഭജേ. ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം, ഗണ്ഡം കവിൾത്തടം, ഗണ്ഡോദ്യം കവിൾത്തടത്തിൽ തിളങ്ങുന്നു. എന്ത്? മകരാഭകുണ്ടലയുഗം, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങളുടെ യുഗം. 2 കുണ്ടലങ്ങൾ. കുണ്ടലം എന്ന് പറഞ്ഞാൽ കർണാഭരണങ്ങൾ, കമ്മലുകൾ എന്നർത്ഥം. അപ്പോൾ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള 2 കുണ്ടലങ്ങൾ സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന കവിൾത്തടത്തിൽ പ്രതിഫലിച്ചു തിളങ്ങുന്നു. കണ്ഠോജ്വല കൗസ്തുഭം, കണ്ഠോജ്വല, കണ്ഠം കഴുത്ത്, കണ്ഠോജ്വലം എന്ന് പറയുമ്പോൾ കഴുത്തിൽ പ്രകാശിക്കുന്ന കൗസ്തുഭം, കൗസ്തുഭരത്നം. അങ്ങനെയൊക്കെയുള്ള ത്വദ്രൂപം, ത്വദ്രൂപം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ രൂപം. വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ആണ്. വനമാല്യഹാരപടലം, വനമാലയും മറ്റുള്ള ഹാരങ്ങളും ചേർന്ന പടലം, കൂട്ടം. വനമാല എന്നാൽ സാധാരണ തെച്ചി, തുളസി, പാരിജാതം, പവിഴമല്ലി, പലതരം ഇലകൾ എന്നിവയൊക്കെ ചേർത്ത് കോർത്തെടുക്കുന്ന മാലയാണ് വനമാല. ഹാരം എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ ഭഗവാന്റെ കഴുത്തിലുള്ള മുത്തുമാല, പവിഴമാല, രത്നമാല തുടങ്ങിയവ. അപ്പോൾ ഇവയുടെ എല്ലാം പടലം, ഇവയുടെ കൂട്ടം. കൂടാതെ ശ്രീവത്സദീപ്രവുമാണ്. ശ്രീവത്സം, വക്ഷസ്സിൽ, ഭഗവാന്റെ വക്ഷസ്സിൽ തിളങ്ങുന്ന ശ്രീവത്സം എന്ന മറുക്. ശ്രീവത്സം എന്ന മറുകിനെക്കുറിച്ച് പറയാം. ഒരിക്കൽ ഭൃഗു മഹർഷി
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ആരാണ് ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് പരീക്ഷിക്കുവാനായി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ മഹാവിഷ്ണു തന്നെ ശ്രദ്ധിക്കാത്തതിൽ കോപിഷ്ഠനായ മഹർഷി വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചവിട്ടുന്നു. എന്നാൽ മഹാവിഷ്ണു ആകട്ടെ മഹർഷിയുടെ പാദങ്ങളിൽ പിടിച്ച് ക്ഷമാപണം നടത്തുകയും അവിടുത്തെ പാദത്തിൻ്റെ അടയാളം തൻ്റെ നെഞ്ചിൽ എല്ലാ കാലവും ഞാൻ സൂക്ഷിക്കും എന്ന് മഹർഷിയോട് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അതാണ് ശ്രീവത്സം എന്ന മറുക് ഭഗവാന്റെ വക്ഷസ്സിൽ സ്ഥിതി ചെയ്യാൻ കാരണമെന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത്തെ വരികളുടെ ഒരുമിച്ചുള്ള അർത്ഥം പറയുമ്പോൾ, സ്ഫടിക തുല്യമായി തിളങ്ങുന്ന കവിൾത്തടങ്ങളിൽ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ തിളക്കത്തോടെ പ്രതിഫലിക്കുന്നു. കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും മാറിൽ പരിലസിക്കുന്ന വനമാലയും മറ്റുള്ള മാലകളുടെ കൂട്ടവും വക്ഷസ്സിൽ ശ്രീവത്സം എന്ന മറുകും എല്ലാം ചേർന്നതാണ് അവിടുത്തെ ഉത്തമാംഗം. അങ്ങനെയുള്ള സുന്ദര രൂപത്തെ ഞാൻ ഭജിക്കുന്നു, ഭജേ എന്നാണ് പറയുന്നത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ ശുദ്ധ സത്വഗുണം സ്വീകരിച്ച് മഹാവിഷ്ണു രൂപം കൈക്കൊണ്ടതിനെക്കുറിച്ച് കഴിഞ്ഞ ദശകത്തിലെ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു. ആ സഗുണ രൂപം എങ്ങനെയുള്ളതാണെന്നാണ് ഈ രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു, സൂര്യന് പോലും അസൂയ തോന്നുന്ന തരത്തിൽ തിളക്കമുള്ളതാണ് ഭഗവാന്റെ കിരീടം. മേൽപോട്ട് നീട്ടിവരച്ച ഗോപീചന്ദനക്കുറി കൊണ്ട് ശോഭിക്കുന്ന മനോഹരമായ നെറ്റിത്തടം. തൻ്റെ ഭക്തന്മാരുടെ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ കാരുണ്യം കൊണ്ട് ആകുലമായ, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ആ ചെന്താമര കണ്ണുകൾ, ഭക്തന്മാരുടെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന, അവരുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന സുന്ദരമന്ദഹാസം, മനോഹരമായ നാസാപുടം, മനോഹരമായ ആ മൂക്ക്, സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന ഭഗവാന്റെ സുന്ദരമായ കവിൾത്തടത്തിൽ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള 2 കുണ്ടലങ്ങൾ, 2 കമ്മലുകൾ ഒരു കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിച്ച് വെട്ടിത്തിളങ്ങുന്നു. കഴുത്തിൽ പ്രകാശിക്കുന്ന കൗസ്തുഭരത്നം, കഴുത്തുമുതൽ പാദങ്ങൾ വരെ പരിലസിക്കുന്ന വനമാല, കൂടാതെ മുത്തുമാല, പവിഴമാല തുടങ്ങിയ പലതരം മാലകളും ഭഗവാന്റെ തിരുമാറിൽ വിളങ്ങുന്നു. അതുകൂടാതെ വക്ഷസ്സിൽ പ്രകാശിക്കുന്ന ശ്രീവത്സം എന്ന മറുകും എല്ലാം ചേർന്ന ഉത്തമാംഗത്തോടുകൂടിയ അവിടുത്തെ സുന്ദര രൂപത്തെ ശ്രീഗുരുവായൂരപ്പ ഞാൻ നിരന്തരം ഭജിക്കുന്നു എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. രണ്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.